നമ്മുടെ ആദ്യ കോളർ ബാലരാമപുരത്ത് നിന്ന് ശിവദാസനാണ്. ശ്രീ ശിവദാസൻ, കേൾക്കാമോ? നമസ്കാരം. അങ്ങ് ബാലരാമപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു അങ്ങക്ക് ഗോപൻ സ്വാമിയെയും അറിയാമെന്ന് തോന്നുന്നു, അല്ലേ? 100%. അങ്ങക്ക് എന്ത് തോന്നുന്നു? ഇത് ഇപ്പൊ ദുരൂഹതകൾ മാറിയോ? എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? സാറേ, എന്താ പറയും, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും, അദ്ദേഹം പറഞ്ഞപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എല്ലാവരുടെ മുമ്പും വിചാരിച്ചു. അവസാനം ബഹുമാനപ്പെട്ട കോടതിയിലെടുത്തും പോയി. ആ ദിവസം പോലും കൊടുത്തില്ല. ഹിന്ദു ആയാലും മുസ്ലിം ക്രിസ്ത്യാനി ആയാലും ഒരു വിശ്വാസം, ആചാരമുണ്ട്. അത് പാവപ്പെട്ടവനായാലും എത്ര വലിയവനായാലും. പക്ഷെ അദ്ദേഹത്തിന്റെ ആരും വിശ്വസിക്കാതെ എടുത്തിങ്ങനെ അദ്ദേഹത്തിന്റെ കീഴ് കസകളാക്കി നടക്കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? അത് ശരിയല്ല, ഓർക്കാൻ പറ്റും. അദ്ദേഹം കൊച്ചിലെ ആരംഭിച്ച അന്തയില് മടക്കയറ്റം നടത്തി കിട്ടുന്ന പൈസ പൂജയ്ക്ക് കൊണ്ടുപോയി നടത്തിയ ആളായിരുന്നു. ഹിന്ദു ആചാര വിശ്വാസത്തിന്റെ പരമായി അത് ഹിന്ദു ആയി പോയി. കുടുംബത്തെ പോലും നോക്കാതെ കിട്ടുന്ന പൈസക്ക് പൂജ വാങ്ങി സാധനം വാങ്ങി അച്ഛന്റെ ആ കാലകാലങ്ങളുള്ള ആ ക്ഷേത്രത്തിനെ ആചാരിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു മഹാമനുഷ്യൻ. പക്ഷെ നമ്മളെ ഹിന്ദു വിശ്വാസത്തെയും ക്രിസ്ത്യൻ വിശ്വാസത്തെയും മുസ്ലിം വിശ്വാസത്തെയും എല്ലാം മനസ്സിലാക്കാത്ത ഒരു കോടതി പോലും നമുക്ക് ഇല്ലല്ലോ സാറേ. നമ്മൾ ഇനി എവിടെ പോവും? നമ്മൾ അച്ഛനും അമ്മമാർക്കും മക്കൾക്ക് വേണ്ടി സ്നേഹം കൊടുക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും മക്കൾക്കും വേണ്ടി നമ്മൾ എവിടെ പോവും? സത്യത്തിന് വില കൊടുക്കാൻ ആരുമില്ല. ഇവിടെ കരിഞ്ചന്തക്കാർക്കും കൊള്ളക്കാരന്മാർക്കും പിൻഭാവനക്കാരന്മാർക്കും മാത്രമേ ഇവിടെ എല്ലാം നീതിയുള്ളൂ. അതേപോലെ വിശ്വസിച്ചുകൊണ്ടാണ് സാറേ ഈ പാവപ്പെട്ട ഒരു ആചാരത്തെ അവമാനിക്കുന്നത്. അല്ല, പക്ഷേ ഇത് ഒരു സ്വാഭാവികമായ ഒരു ജനാധിപത്യ സർക്കാരിന് പരാതി കിട്ടുമ്പോൾ അതിൽ പരിശോധന നടത്താതിരിക്കാൻ കഴിയുമോ? ഒരു മിനിറ്റ്, ഞാൻ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ബഹുമാനപ്പെട്ട കോടതിക്ക് 5 ദിവസം ആ പൂജ സമയം ചോദിച്ചു. നമ്മള് ഭാര്യയാണ്, മക്കളാണ്. അവൾ ചോദിച്ചു, നമുക്ക് സമയം ഒരു പൂജയുണ്ട്, ആചാരമാണ്, അത് നമ്മൾ അനുവദിച്ചു. അതുപോലും കൊടുത്തില്ല സാറേ. സാറിന് എന്ത് പറയും സാറേ? സാർ എന്നോട് മറുപടി പറയാം. സാർ എന്ത് ചെയ്യും? അല്ല, എനിക്കിതിനെ പറ്റി കൃത്യമായി അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ സ്വാഭാവികമായും ഇന്ന് കൂടുതലും നമ്മൾ ശാസ്ത്ര ഒക്കെ ഉള്ളൊരു ലോകത്താണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു മരണം അത് പരാതി വന്നു, പരാതിയെ തുടർന്ന് ചില ചോദ്യങ്ങൾ ഉയരുന്നു, ചിലർ പരാതിയുമായി രംഗത്ത് വരുന്നു. അപ്പൊ സ്വാഭാവികമായി അതൊരു നടപടിക്രമമായി കണ്ട് ഇനി ആ പ്രശ്നം. അതേസമയം അവര് ഹിന്ദു ആചാരപ്രകാരവും എല്ലാ മതവിശ്വാസ ആൾക്കാരായിരുന്നു. അവര് എന്തെങ്കിലും പട്ടികയിൽ കൊണ്ടുപെടുത്താൻ വേണ്ടി കുറെ ഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ സഹോദരങ്ങൾ എന്ത് ചെയ്തു? അവര് പഞ്ചായത്ത് മുമ്പ് അറിയിക്കാമായിരുന്നു, പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കാമായിരുന്നു, ഡോക്ടറെ അറിയിക്കാമായിരുന്നു. അത് ചെയ്തില്ല. ആ തെറ്റായ ഭാഗത്തുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു സാറേ, അംഗീകരിക്കുന്നു. പക്ഷെ എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയിലൂടെ 5 ദിവസം ജാതി ചോദിച്ചിട്ട് കൊടുക്കാത്ത ഒരു കോടതി മനുഷ്യനാണോ സാറേ? എന്നോട് ക്ഷമിക്കണം. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ശരീരം സ്വാഭാവികമായി അത് ഇപ്പൊ ഇതായല്ലോ. അപ്പൊ സ്വാഭാവികമായി ഒന്നും ആയില്ല സാറേ, ഒന്നും ആയിട്ടില്ല. അത് കാണണം. അപ്പൊ പോഷൻ ചെയ്ത ഡോക്ടർമാർക്ക് അറിയാം. സാർ കാണണം, ദയപ്പെടുന്ന കാണണം. ഒന്നും ആയിട്ടില്ല. അത് വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ ഞാൻ പറയുന്നത് മനുഷ്യ ഇത് അദ്ദേഹത്തിന് ഒരു ചൈതന്യം ഉണ്ടെന്ന് തന്നെ വിചാരിക്കും. അത് ഈ ശരീരം വിട്ടു പോയല്ലോ. അപ്പൊ സ്വാഭാവികമായി ശരീരം പിന്നെ നശ്വരമായ ഒന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും അപ്പൊ അതിന് മുന്നേ പരിശോധനകൾ നടത്തണം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ ശ്രീ ശിവദാസ്? തെറ്റില്ല. പക്ഷേ ചോദിച്ച ഒരു കാര്യം സാർ, ശ്രമിക്കും. ഒരു കാര്യം, നമുക്ക് പൂജ സമയം 5-6 ദിവസം കൂടി ഉണ്ട്. അനുസരിച്ച് ആ പൂജ നമുക്ക് അനുവദിക്കൂ എന്ന് പറയുമ്പോൾ ഒരു ആചാരത്തിന് പോലും ഒരു വില കൊടുക്കണ്ട സാറേ. നിങ്ങൾ ക്ഷമിക്കാൻ, വെരി സോറി. ഒരു ആചാരമാണ്. ഇപ്പൊ നമ്മൾ അച്ഛൻ മരിച്ചു, ആ ഗർഭ 7 ദിവസം 5 ദിവസം ആ ബലി കൊണ്ട് ആ അസ്ഥി കൊണ്ട് ഒഴുക്കാൻ സമയം ചോദിക്കും. അപ്പം പറയും ഒഴുക്കാൻ പറ്റൂല, നമുക്ക് ഇപ്പം കൊണ്ട് തരുമെന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ള ഒരാളിന് കോടതിയായാലും ഞായാലും സാമായാലും കൊടുത്തൂടെ എന്റെ പൊന്നു സാറേ? അപ്പൊ ഇനിയിപ്പോ ഈ മഹാസമാധിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതാണ്? എന്താണ് അവിടെ നാട്ടുകാർ, ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലാണ്. ഇന്നെ പോലെ എനിക്ക് ദുഃഖത്തിലാണ്. എന്റെ കുടുംബത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുടുംബ അസുഖങ്ങളായിരുന്നു. ഞാനിപ്പോ വൈകുന്നേരം അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ ശിവദാസൻ, ഇനിയിപ്പോ നമ്മൾ ഈ മഹാസമാധി നടത്താൻ നിങ്ങൾ ആലോചിക്കുകയാണല്ലോ, അതോടുകൂടി പ്രശ്നം തീരുമെന്നാണോ കരുതുന്നത്? ഇല്ല, പ്രശ്നം തീരണം. കാരണം എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുന്നത്? ഒരു ശക്തി ഉണ്ട് സാർ. ഈശ്വരൻ ആരും കണ്ടിട്ടില്ല. ഈശ്വരൻ ലോകത്ത് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. അമ്മ അച്ഛൻ നമ്മൾ ചെയ്യുന്ന ജോലി, ഇതാണ് ഈശ്വരൻ. ഇത് നമ്മൾ വിശ്വാസങ്ങളാണ്.
ഒരു ആ മനസ്സമാധാനം ഉണ്ടെങ്കിൽ എവിടെ ദൈവമുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്തെടുത്ത വഴികൾ സാധാരണ പാവപ്പെട്ടവൻ അദ്ദേഹം, പണക്കാരനും ആയിരുന്നെങ്കിൽ തൊടൂല്ല സാറേ, തൊടൂല്ല. ഓടിച്ചെന്നെങ്കിൽ തൊടൂല്ല. പഴത്തിന് മേൽ പരുന്നും പറക്കൂല. അതല്ല, പണമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ഒരു ശാസ്ത്രബോധവും മറ്റൊരു വിശ്വാസവും തമ്മിലുള്ള ഒരു ചെറിയ ഒരു വടംവലി നടന്നു. സമ്മതിച്ചു, ഞാൻ ഇല്ലെന്ന് പറയാം. അവർ തെറ്റ് കാണിച്ചിട്ടുണ്ട്. ഒരു അച്ഛനോടുള്ള വിശ്വാസം ഭാര്യയും മക്കളും കാണിച്ചു. അത് അവരെ എത്ര ശിക്ഷിച്ചാലും കുഴപ്പമില്ല, ഏത് നഗരത്തിൽ പോയാലും കുഴപ്പമില്ല എന്ന് അവർ വിശ്വസിച്ച് അവർ ചെയ്തു. അത് എന്തുകൊണ്ട് വേർപെട്ട കോടതിക്ക് കേട്ടുകൂടാ? ഗവൺമെന്റ് ഞാൻ പറയും വിട്ടേക്ക്, ഗവൺമെന്റ് വിട്ടേക്ക് സാറേ, ഗവൺമെന്റ് വിട്ടേക്ക്, പോലീസിനെ വിട്ടേക്ക്, അവരുടെ ജോലിയാണ്. അവസാനം യാചിച്ച് ഹൈക്കോടതി പോയിട്ട് പോലും ഒരു മനുഷ്യനായി ആണായാലും സ്ത്രീ ആയാലും എന്നെ കൊക്കിക്കൊല്ലട്ടെ, 5 ദിവസമെങ്കിലും കൊടുക്കാത്ത ഈ മനസാക്ഷി ജനകീയ കോടതി, നമ്മളെ ഏറ്റവും സ്വർണ്ണ ക്ഷേത്രമായ നമ്മുടെ പരിശുദ്ധമായ കോടതിക്ക് പോലും കൊടുത്തില്ല സാറേ. ഇനി നമ്മൾ എവിടെ പോവും എന്റെ പോലും സാറേ? അല്ല, പക്ഷേ ഈ മഹാസമാധി നാളെ നിങ്ങൾ എല്ലാവരും കൂടി നടത്തുകയാണല്ലോ, അപ്പൊ അതോടുകൂടി അതെ മഹാസമാധി, ഒരു സമാധി ഹിന്ദു ഒരു സമാധിയേ ഉള്ളൂ. പിന്നെ നാളെ അദ്ദേഹത്തിന്റെ പ്രേതം ബോഡി കൊണ്ടുവന്ന് മറവ് ചെയ്യുന്നു എന്നാണ് ഞാൻ ഹിന്ദുവാണ്. ഞാൻ ഹിന്ദു ആണെങ്കിൽ ജന്മം കൊണ്ട് ഞാൻ എനിക്ക് ജാതിയില്ല മതമില്ല ഒന്നുമില്ല. സമാധി ഒന്നേ ഉള്ളൂ, മരണം ഒന്നേ ഉള്ളൂ, ജനനെ ഒന്നേ ഉള്ളൂ. ജനിച്ചാൽ മരിക്കും, സമാധി ഒന്നേ ഉള്ളൂ. ഇത് രാഷ്ട്രീയ പാർട്ടികളും ടിവിയുടെ മുമ്പേ ലൈവായിട്ട് പറഞ്ഞ പച്ചക്കള്ളമാണ്. അദ്ദേഹത്തെ കൊണ്ട് മറവ് ചെയ്യാം. അത് ഞാൻ സാധാരണക്കാരനിൽ നാളെ അവിടെ ചെല്ലും. അദ്ദേഹത്തിന്റെ ഒരു പടി പൂവെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ നമസ്കരിച്ച് ബാക്കി ദൈവം തരട്ടെ. അത് തരാതെ പോയതിലായിരിക്കാം ചിലപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ആത്മാവ് ദൈവം കൂടി ജനങ്ങൾ കാണിക്കാൻ വേണ്ടി തന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, ഏതായാലും ദൈവം തന്നല്ലോ, അദ്ദേഹം തന്നല്ലോ. ഒരു പടി മണ്ണായാലും ഒരു പടി ചാരമായാലും ഒരു പൂവായാലും നാളെ അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടെനിക്ക് തൊഴിലൊരു ആഗ്രഹം ഈശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാറേ. കാരണം വലിയ പ്രയാസമുണ്ട് സാറേ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഗോപൻ സ്വാമി അങ്ങേക്ക് മുമ്പേ അറിയാമായിരുന്നില്ല, അപ്പൊ അദ്ദേഹത്തിന് ഇത്തരം സ്ഥിതികളൊക്കെ ഉണ്ടെന്നാണ് താങ്കൾ തർപ്പിച്ച് പറയുന്നത്? അതായത് ഗോപൻ സ്വാമിയുടെ കുടുംബപരമായിട്ട് അവർ കഷ്ടപ്പെട്ട കാലം മുതൽ, അവർ കൂലിപ്പണി കാലം മുതലും അദ്ദേഹം മരക്കര കടയിൽ പോയി, ആറോട് ചന്തയിൽ പോയി കായ്കറികൾ പറക്കി വെച്ച് ആ കായ വിറ്റ് പറക്കി വൈകുന്നേരം ആകുമ്പോൾ പൂജ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോവുകയാണ്. ആഹാരം ഉണ്ടോ എന്ന് അറിയുന്നതല്ല. അത് 2 ആമക്കൾ കഷ്ടപ്പെട്ട പൈസ മൊത്തം ചെലക്കിയ കോവിലാണ്. ആ 2 മറിയുമ്പോൾ അച്ഛൻ പറയുമ്പോൾ മക്കളെ കേൾക്കും. അവർക്ക് എന്ത് വിശ്വാസിയാണ്, ഒരു മുസ്ലിം വിശ്വാസിയാണ്, ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. അത് ചോദ്യം അല്ല, വിശ്വാസിയാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പൊ നമ്മളൊക്കെ പോലെ ഇപ്പൊ എങ്ങനെ സമാധി ആവില്ലല്ലോ, സ്വാഭാവികമായി അങ്ങനെയൊക്കെ എന്തെങ്കിലും വലിയ സിദ്ധിയൊക്കെ ഉള്ള ആളാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 100% ഒരു മാറ്റം കാണിച്ചത്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എന്നോട് വാക്കുണ്ടായിരുന്നു, ശിവദാസ, കോടികൾ ഉണ്ടെങ്കിലും ലക്ഷങ്ങളുണ്ടെങ്കിലും ഒരു വരുമാനം വീട്ടിൽ ഉണ്ടെങ്കിൽ മനസ്സമാനം ഉണ്ടെങ്കിൽ മക്കളെ അതാണ് ഈശ്വരൻ, അതാണ് കോടീശ്വരൻ, അതാണ് ഈശ്വരൻ. അത് ഓരോ വാക്കുകൾ ആലോചിക്കുമ്പോൾ ഉപഗ്രമിക്കാൻ പറ്റില്ല സാർ. കറക്റ്റാണ്. ശരി, ഏതായാലും താങ്കളുടെ നിലപാട് എനിക്ക് മനസ്സിലായി, വ്യക്തമാണ്.